ഹായ് ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ നമ്മളിന്ന് വ്യത്യസ്തമായ രീതിയിൽ തലമുടിയിൽ മുല്ലപ്പൂ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് ഇതുപോലത്തെ ഒരു ഡോണറ്റ് വെച്ചിട്ട് ഇങ്ങനെ ബാക്കിൽ കെട്ടി വെക്കത്തില്ലേ, ആ ഒരു മെത്തേഡാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഡോണറ്റ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ടൈപ്പിലെ വളയെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു B7000-ന്റെ ഒരു ഗ്ലൂ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഫെവിക്വിക്ക് ആണെങ്കിലും മതി കേട്ടോ. കറുത്ത ചരടോ അല്ലെങ്കിൽ ഇതേപോലത്തെ തുണിയോ മതി. കളറായാലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ കറുപ്പാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതിനുശേഷം ഒരു തുണിയുടെ അറ്റത്ത് നമ്മൾ കുറച്ച് ഗമ്മ് തേക്കുക. ഗമ്മ് തേച്ചിട്ട് നമ്മൾ ഈ ഒരു വളയിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ചുറ്റി എടുക്കുക. നമ്മൾ ആ ക്ലോത്ത് ഇവിടെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ക്ലോത്തിൻ്റെ അറ്റത്തുണ്ടല്ലോ ഒന്നുകൂടി ഗമ്മ് തേച്ച് കൊടുക്കണം. ഗമ്മ് തേച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഡോണറ്റ് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്യാഷ് മുടക്കി നമുക്ക് സാധനം വാങ്ങണ്ട കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. ആദ്യം തന്നെ നമ്മൾ മുടി ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ചീകി കൊടുത്തിട്ട് നമ്മൾ പോണിറ്റൈലൊക്കെ കെട്ടത്തില്ലേ, അതേപോലെ ആക്കുക. അപ്പം എന്നെപ്പോലെ നെറ്റ് കയറിൽ ഉള്ളവർ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ മുടികൾ ഇങ്ങോട്ട് പിടിച്ചിടുന്നത് ബെറ്റർ ആയിരിക്കും. അങ്ങനെ നമ്മൾ ബാക്കിലേക്ക് ഒരു പോണിറ്റൈൽ കെട്ടുന്ന പോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡോണറ്റ് ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡോണറ്റ് വെച്ച് തലമുടി കെട്ടത്തില്ലേ, അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് മുടിയെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് വൃത്തിക്ക് പിടിച്ചിട്ട് ബണ്ണ് വെച്ചിട്ട് തലമുടി ഒന്ന് സെക്യൂർ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ബണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് നടന്നേനെ. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. ഇനി നമുക്ക് രണ്ട് സൈഡിലുള്ള മുടി ഇങ്ങനെ കൊണ്ടുപോയി ഒന്ന് സെക്യൂർ ചെയ്ത് ഒരു സ്ലൈഡ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കവിടെ കെട്ടിക്കൊടുക്കാം, അല്ല കുത്തി കൊടുക്കാം. ഞാനിവിടെ സ്ലൈഡൊന്നും കുത്തിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് അകത്തേക്കൊന്ന് കുത്തി വെച്ചിട്ടേ ഉള്ളൂ. അപ്പം എന്താ കുറച്ച് മുടി മുന്നിലോട്ട് മേല് കിടപ്പുണ്ട്, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇച്ചിരി വൃത്തിയും മെനയായിട്ടൊക്കെ ചെയ്യുക. പിന്നെ ദാ ഇതുപോലെ ഒരു പൂ എടുത്തിട്ട് ഇതുപോലെ ഒരു യൂപ്പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും യൂപ്പിൻ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടിയൊക്കെ കുറച്ച് മുകളിലേക്ക് ഇടുന്നതാണ് ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. അത് വേറൊരാൾ കാണിച്ചു തരാനുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് ഞാൻ അത് തിരുത്തിയേനെ. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഹെയർ സ്റ്റൈൽ വരുന്നത്. ഇനി ഞാൻ സെക്കൻഡ് ഒരു ഹെയർ സ്റ്റൈൽ കാണിക്കുന്നുണ്ട്. അത് താമരപ്പൂ വെച്ചിട്ടാണ് കേട്ടോ. അതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നമുക്കൊരു വളയെടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലവർ എടുക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരമുള്ളത് ലോട്ടസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ലോട്ടസ് എടുത്തത്. അപ്പോൾ റോസ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജാസ്മിൻ ഫ്ലവർ ആണോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഈവൻ നിങ്ങൾക്ക് തുളസിയില വേണമെങ്കിലും ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ പെറ്റൽസ് എല്ലാം എടുത്തിട്ട് നമ്മൾ ആ ഒരു ബാംഗിൾസ് ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിനകത്തൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുക. കയറ്റി കൊടുത്തതിന് ശേഷം എല്ലാ പെറ്റൽസും ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഒരു ഹെയർ ബോ പോലെ കിട്ടും കേട്ടോ. ഏത് ഫ്ലവർ ആണെങ്കിലും ഇതുപോലെ മനോഹരമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഫ്ലവറിൻ്റെ ഒരു ബോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ കെട്ടി വെച്ചില്ലേ തലമുടി, അതിൻ്റെ മുകളിലേക്ക് നേരത്തെ മുല്ലപ്പൂ വെച്ചതിന് പകരം ഇതേപോലെ ഈ ഒരു ബോയങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഇത് സ്ലൈഡ് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ടങ്ങ് ഫിറ്റ് ആയിക്കൊണ്ടിരുന്നോളും കേട്ടോ. അപ്പോൾ ഇത് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചതേ ഉള്ളൂ. ഇത് നമുക്ക് ജാസ്മിൻ ഫ്ലവർ വെച്ചിട്ടും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ജാസ്മിൻ ഫ്ലവർ ആണ് കേട്ടോ. ഒറിജിനൽ ജാസ്മിൻ ഫ്ലവറിൻ്റെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ.
അപ്പോൾ ഇതേപോലെ നമ്മൾ ചുറ്റിച്ചെടുത്തിട്ട് നേരത്തെ കാണിച്ചതുപോലെ തലയിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. എവിടെ നിന്നാണോ നമ്മൾ വാവരെടുക്കുന്നത് അതുപോലെ ഒന്ന് വാവരെടുത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ എപ്പോഴും സൈഡ് പാർട്ടീഷനാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ നിന്ന് എടുക്കുന്നത്. നമ്മൾ സാധാരണ കെട്ടത്തില്ലേ ഇതുപോലെ പിടിച്ചിട്ട് ഒരു സ്ലൈഡ് കുത്തി കൊടുക്കത്തില്ലേ, അങ്ങനെ നമുക്ക് സ്ലൈഡ് കുത്തി കൊടുക്കാം. അങ്ങനെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ സ്ലൈഡ് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മുല്ലപ്പൂ എടുത്തിട്ട് ഇതുപോലെ വെക്കണം. ഇതുപോലെ വെക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ നീളത്തിൽ കിടക്കണം. പിന്നെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഓരോ സ്ലൈഡ് കുത്തി കൊടുക്കാവുന്നതാണ്. അങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് സ്ലൈഡ് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ കാണാം. അതിന് വേണ്ടിയിട്ട് മുടി നമുക്ക് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ചീവി കൊടുക്കണം. അതിനുശേഷം നമുക്ക് പഫ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുടി എടുത്തിട്ട് ബാക്ക് കോംബ് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ബാക്കിൽ നമ്മളൊരു സ്ലൈഡ് കുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുല്ലപ്പൂ എടുത്തിട്ട് നമ്മുടെ ബാക്കിലൂടെ ഇങ്ങനെ എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലെയൊന്ന് സ്ലൈഡ് കുത്തി കൊടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു ഹെയർ സ്റ്റൈലാണ്. ഇത് മുഖമുള്ളവർക്ക് നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് ആ മുല്ലപ്പൂക്കെ ഒന്ന് കാണുമ്പോഴും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഇതുപോലെ കാണുമ്പോഴും നല്ലൊരു ഭംഗിയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് അഞ്ചാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ മുടി എടുത്തിട്ട് സ്ലൈഡ് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ മുല്ലമാല എടുത്തിട്ട് രണ്ട് സൈഡും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഒരു പോലെ താഴെ കണ്ടോ, ഇതുപോലെ നമുക്ക് സ്ലൈഡ് കുത്തി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആറാമത്തെ ഹെയർ സ്റ്റൈൽ കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ നിന്ന് അവരെടുക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു സൈഡിലേക്ക് മുടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിന്നിടുകയാണ്. അപ്പം ഞാൻ വെറൈറ്റി ആയിട്ട് പിന്നിയൊന്നും ചെയ്തില്ല, സാധാരണ നോർമലായിട്ട് തന്നെ പിന്നിടുകയാണ്. സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം മുടിയുടെ ഒരു കട്ടി കുറഞ്ഞതുപോലെയുണ്ട്. അപ്പം നമുക്ക് ഇത്തിരി കട്ടി തോന്നിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വരച്ച് നീട്ടി കൊടുക്കാം. അപ്പോൾ ശരിയാവും. ഇനി നമ്മൾ മുല്ലപ്പൂ എടുക്കുക. ഇതുപോലെ നമ്മൾ രണ്ടാക്കിയിട്ട് ഇതുപോലെ അകത്തൂടെ കയറ്റി മേലൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മുല്ലപ്പൂ ആയതുകൊണ്ടാണ്, മുല്ലമുട്ട ആയതുകൊണ്ടാണ്. അതിൻ്റെ ലിങ്ക് മേൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. പിന്നെ ഒറിജിനലായിട്ടുള്ള മുല്ലപ്പൂ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കട്ടിക്കിരുന്നേനെ, അപ്പം കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടിയാനെ കേട്ടോ. അപ്പോൾ ഇതാണ് ആറാമത്തെ ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് ഏഴാമത്തെ ഹെയർ സ്റ്റൈൽ കാണാം. ഏഴാമത്തെ ഹെയർ സ്റ്റൈൽ നമുക്ക് ഇതുപോലെ സൈഡിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സ്ലൈഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുളിപ്പിന്നലുണ്ടല്ലോ അങ്ങനെ ചെറിയ പിന്നൽ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് മുല്ലപ്പൂ എടുത്തിട്ട് ഇതുപോലെ രണ്ടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് രണ്ട് സൈഡിലും സ്ലൈഡ് കുത്തി കൊടുക്കാം. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് അകത്തൂടെ മുല്ലപ്പൂ എടുത്തിട്ടും കുത്തി കൊടുക്കാം. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അതിൻ്റെ ഒരു വേറൊരു രീതിയാണിത് കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്താലും നമുക്ക് അകത്തൂടെ മുല്ലപ്പൂ എടുത്ത് ചെയ്തതുപോലെ തോന്നത്തുള്ളൂ. ഇതാണ് ഏഴാമത്തെ ഹെയർ സ്റ്റൈൽ. അടുത്തത് എട്ടാമത്തെ ഹെയർ സ്റ്റൈലാണ്. എട്ടാമത്തെ ഹെയർ സ്റ്റൈലിൽ നമ്മൾ നേരത്തെ തലമുടി കെട്ടിയതുപോലെ തന്നെ കെട്ടി വെക്കുക. അതിനുശേഷം മുല്ലപ്പൂ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ആ ഒരു പണ്ടത്തെ മോഡലിലെ മുല്ലപ്പൂ വെപ്പാണ്. അതൊക്കെ ഇപ്പം തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ കുളിപ്പിന്നൽ വേണമെങ്കിലും പിന്നീടാവുന്നതാണ്. ഇനി നമുക്ക് ഒമ്പതാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. പോണിറ്റൈൽ കെട്ടുന്നത് പോലെ താഴ് ഭാഗത്ത് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് മീഷോ എന്ന് വാങ്ങിയ ഹെയർ എക്സ്റ്റൻഷനാണ്. എല്ലാ ഓൺലൈൻ ഷോപ്പിൽ നിന്നും കിട്ടും കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഒന്ന് കയറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അമ്മക്കെട്ടൊക്കെ കെട്ടുമെന്ന് പറയത്തില്ലേ, അതേപോലെ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മേല് നമ്മളൊരു സ്ലൈഡും കൂടെ കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് അവിടെ സെക്യൂർ ആക്കി വെക്കണം കേട്ടോ.
പിന്നെ നമുക്ക് മുല്ലപ്പൂ എടുക്കാം. മുല്ലപ്പൂ എടുത്തിട്ട് നമുക്ക് താഴ്ന്ന് വേണമെങ്കിലും ഇതുപോലെ പോലെ വെക്കാം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടും വെക്കാം. ഇപ്പം ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് വെക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് സൈഡിലും സ്ലൈഡ് കുത്തി കൊടുത്താൽ നല്ലൊരു വെറൈറ്റി ലുക്കാണ് കിട്ടുന്നത്. അടിപൊളിയല്ലേ ഈ ഒരു ഹെയർ സ്റ്റൈൽ കാണാൻ വേണ്ടിയിട്ട്? എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഇതിലുള്ള മുടിയൊക്കെ ഒന്ന് വലിച്ചു വാരി ഇടുക എന്ന് പറയാം, അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 9ാമത്തെ ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈലിലേക്ക് പോകാം. അവിടെയും നമ്മൾ പോണിറ്റെയിൽ കെട്ടുന്നത് പോലെ കെട്ടിയിട്ട് നേരത്തെ കാണിച്ചതുപോലെ ആ ഒരു എക്സ്റ്റൻഷൻ എടുത്ത് അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുടി രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്താ പറയുക, ഇങ്ങനെ പിണഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്ത് ഏതെങ്കിലും ഒരു റിബണോ ബണ്ണോ എന്തെങ്കിലും നമുക്ക് കെട്ടിക്കൊടുക്കാം. റിബണല്ല, നമുക്ക് എന്തെങ്കിലും ബണ്ണോ അങ്ങനത്തെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബർ പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ആ ഒരു ബണ്ണിലേക്ക് ഈ ഒരു മുല്ലപ്പൂ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഉള്ളില്ലാത്തവർക്ക് കുറച്ചും കൂടെ ഉള്ളിൽ തോന്നിക്കുകയും ചെയ്യും, പിന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ആവുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം നമുക്കിവിടെ ഒരു സേഫ്റ്റി പിൻ നൂലും സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടിപൊളി ഹെയർ സ്റ്റൈലാണ്. ഇപ്പം കാണിച്ച 9ാമത്തെയും 10ാമത്തെയും ഹെയർ സ്റ്റൈൽസാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അടുത്ത 11ാമത്തെ ഹെയർ സ്റ്റൈലാണ്. ബാക്കിലേക്ക് നമ്മൾ തലമുടി പിന്നിടത്തില്ലേ, അതുപോലെ ഒന്ന് പിന്നിടുക കാണിച്ചാണ് കേട്ടോ. നേരത്തെ ചെയ്തതുപോലെ ബണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുടി കുറച്ച് ഉള്ളു തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ കൂടെ നമ്മൾ നേരത്തെ 10ാമത്തെ ഹെയർ സ്റ്റൈൽ ചെയ്തില്ലേ, അങ്ങനെ വേണമെങ്കിൽ ചെയ്തതിന് ശേഷം വേണമെങ്കിലും ഈ ഒരു മുല്ലപ്പൂ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു കറുത്തൊരു ക്ലോത്ത്സ് എടുത്തിട്ടുണ്ട്. ഇപ്പം ചരടായാലും മതി. അതിനുശേഷം മുല്ലപ്പൂ എടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ മുല്ലപ്പൂവും ഈ ഒരു ക്ലോത്തിലേക്ക് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ്. കറക്റ്റ് ഒരു ലെവലിൽ തന്നെ ചുറ്റിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ഇത് നമുക്ക് ഇതേപോലെ വേണമെങ്കിലും പിൻ ചെയ്ത് കെട്ടി വെക്കാവുന്നതാണ് ബാക്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു കെട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അന്നേരം മുല്ലപ്പൂ അതിനകത്ത് ഇരുന്നോളും. നമുക്ക് മുല്ലപ്പൂ നമ്മുടെ സ്ലൈഡ് കുത്തുമ്പം താഴോട്ട് ഇറങ്ങിപ്പോവും, അങ്ങനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ശേഷം നമുക്കുണ്ടല്ലോ ആ ക്ലോത്ത് കുറച്ച് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞില്ല. നമുക്കിവിടെ വേണമെങ്കിൽ കൊണ്ടുവന്ന് കെട്ടി വെക്കാം, അറിയത്തില്ല. അതിനുശേഷം നമുക്ക് ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്തിലേക്ക് നമ്മൾ നന്നായിട്ട് സ്ലൈഡ് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് കളറുള്ള ക്ലോത്തായിട്ട് പെട്ടെന്ന് ആരും അറിയത്തതുമില്ല. പിന്നെ മുല്ലപ്പൂവിനകത്തോട്ട് കയറി മുല്ലപ്പൂ പെട്ടെന്ന് ഇളകി പോകത്തുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഹെയർ സ്റ്റൈല്. ഇതും എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പണ്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഹെയർ സ്റ്റൈൽസാണ്. അപ്പോൾ ഇതാണ് ഫൈനലി എൻ്റെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.